الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين على آله وصحبه الفائزين في الدارين. بسم الله العليم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. قال الله عز وجل: بادروا بالأعمال سبعا هل تنتظرون إلا فقرا منسيا وغنى مطعيا أو مرضا مفسدا وهرما مفندا وموتا مجهزا إلى آخر الحديث. حبيب الورى رسول الله يا خير من دفينت بالقاء أعظمه فطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وبهمزة القرار عم المصطفى أسد الإله وسيد الشهداء. ഏറെ ആദരണീയരും ബഹുമാന്യരും, നമ്മുടെ ഈ പരിപാടിയുടെ ഈ ആത്മീയ മജ്‌ലിസിന്റെ ആദരണീയനായ അധ്യക്ഷരും കള്ളടക്ക് ജമാഅത്തിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റും നമ്മുടെ എല്ലാവരുടെയും വലിയ നേതൃത്വവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രഗത്ഭനായ സാരഥിയും നമ്മുടെ അഭിമാനവും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി സാഹിബ് ഹ്രസ്വമാണെങ്കിലും വളരെയധികം പ്രൗഢമായ അർത്ഥഗർഭമായ സാരോപദേശം നൽകി ഈ മഹത്തായ സംഗമം ആധികാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ ബഹുമാനപ്പെട്ട ഉസ്താദ് കെ ഉസ്മാൻ ദാരിമി പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് തന്നെ സ്വാഗതം ആശംസിച്ച മനോഹരമായ നിലക്ക് എല്ലാവരെയും സ്വാഗതം പറഞ്ഞ നമ്മുടെ ഗോൾത്തമജൽ ജമാഅത്തിന്റെ ആദരണീയരായ ഖത്തീബ് അഭിവന്യരായ ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ദാരിമി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, സഹായിച്ച, സഹകരിച്ച, നേതൃത്വം കൊടുത്ത എല്ലാവരെയും
അള്ളാഹു രണ്ടു ലോകത്തും സഹായിക്കുമാരാകട്ടെ. നമുക്കും നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, നമ്മുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല നിലക്കും നമ്മെ സഹായിച്ചവർ, നമ്മളോട് ദുആരക്കണേ 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 എന്ന് വസിയത്ത് പറഞ്ഞിട്ടുള്ളവർ, തിരിച്ചങ്ങോട്ട് വസിയത്ത് പറയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ മജ്ലിസിൽ ഇരിക്കുന്നവർ, എല്ലാത്തിനേക്കാളുപരി കള്ളടക്ക ശാഖ SKSF-ന്റെ കർമ്മോത്സകരായ പ്രവർത്തകന്മാർ, എല്ലാവർക്കും അല്ലാഹു ആരോഗ്യത്തോടുകൂടിയുള്ള അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായിട്ടുള്ള, ഇൽമുൻ നാഫിന്റെ ഖിദ്മത്തിലായിട്ടുള്ള ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലക്കുള്ള ആഫാത്ത്, മുസീബാത്ത്, സിഹ്റ്, കണ്ണീറുകളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ക്യാൻസർ പോലെയുള്ള വലിയ വലിയ രോഗങ്ങളെ തൊട്ട്, ഷുഗർ, പ്രഷർ പോലെയുള്ള മാറാവ്യാധികളെ തൊട്ട് അള്ളാഹു ഞങ്ങളെയും ഈ പറയപ്പെട്ടവരെയും കാത്ത് സലാമത്താക്കട്ടെ. അവസാനം അള്ളാഹു ഞങ്ങൾ അവനിലേക്ക് വിളിക്കുമ്പോൾ കാമിലായി ഈമാനോടുകൂടി അള്ളാഹു നമ്മെ മരിപ്പിക്കട്ടെ. നമ്മൾ ഈ ഒത്തുകൂടിയതിന്റെ, ഞങ്ങളെ ദുആയുടെ, ഞങ്ങളെ കൊടുത്ത സ്വതക്കയുടെ, ഞങ്ങളെ ആമീനിന്റെ എല്ലാത്തിന്റെയും പ്രതിഫലം കാരുണ്യവാനായ റബ്ബ് നമുക്ക് നൽകും പോലെ അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ ഞങ്ങളെ ഉമ്മാക്ക്, ഞങ്ങളെ ബാപ്പാക്ക്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരിലേക്ക്, എല്ലാ മുഅ്മിനാത്തുകളുടെ അർവാഹുകളിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, റഹ്മാനിയ ജുമാ മസ്ജിദ് ഗോൾത്ത മജ്ലിസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന, ഇതിന്റെ നേതൃത്വത്തിലായി SKSF കള്ളടക്ക ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മഹത്തായ മജ്ലിസുൻ നൂറിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതിമഹത്തായ ഒരു ആത്മീയ മജ്ലിസിലാണ്, ഒരു മതവിജ്ഞാന സദസ്സിലാണ്, ഒരു പ്രഭാഷണ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. മർഹൂം അബ്ദുൽ ഹമീദ്, അതുപോലെ തന്നെ മുഹമ്മദ് ഷരീഫ് വേദിയിൽ, അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ധന്യമായ സദസ്സ്, എല്ലാം കൊണ്ടും നിറഞ്ഞൊരു സദസ്സ്, ആരംഭത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ നിറഞ്ഞൊരു സദസ്സ്, അധികവും ബാല്യക്കാറുള്ളൊരു സദസ്സ്. അല്ലാഹു തആല ഇതിനേക്കാളേറെ റാഹത്തിൽ നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് നമ്മെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മുടെ നാടിന്റെ ചരിത്രം ഇങ്ങനെയാണ്, നമ്മുടെ നാടിന്റെ പാരമ്പര്യം ഇങ്ങനെയാണ്. ഇത് നമുക്കൊരു പുതുമയല്ല, ഒരു പുത്തിരിയല്ല, ഇതിൽ നമുക്ക് വലിയൊരു അത്ഭുതം കാണുന്നില്ല. ഈ നിലക്കുള്ളൊരു സംഗമം, ഈ നിലക്കുള്ളൊരു ആത്മീയമായ ഒരു ഒത്തുകൂടൽ, ഈ ഒരു ഒക്കൂട്ട, നമ്മുടെ നാടിന്റെ പൈതൃകം, പാരമ്പര്യം, ഹിന്നല ഈ നിലക്ക് തന്നെയാണ്. അല്ലാഹു തആല ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളി, മദ്രസകൾ, ദീനി സ്ഥാപനങ്ങൾ, ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ ഖിയാമത്ത് നാൾ വരെ നല്ല നിലക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും എല്ലാത്തിനേക്കാളുപരി ഈമാനിന്റെയും നാടായി അല്ലാഹു തആല ഞങ്ങളുടെ നാടിനെ ആക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിൽ പള്ളികളുണ്ട്, മദ്രസകളുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. SKSF പോലെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ഉതകുന്ന ബർക്കത്താക്കപ്പെട്ട സംഘടനകളുണ്ട്. മാഷാ അല്ലാഹ്, എല്ലാത്തിനേക്കാളുപരി ഈ അടുത്ത കാലത്തായി നമ്മുടെ നാടിന്റെ ഒരു എന്താ പറയാ, ഏറ്റവും വലിയൊരു അഭിമാനമായി, വെളിച്ചമായി നമ്മുടെ നാട്ടിൽ ഒരു മഹിളാ ശരീഅത്ത് കോളേജും കൂടി ആരംഭിച്ചു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ നേതാക്കന്മാർ, ആലിമീങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച്, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന, എല്ലാം കൊണ്ടും ഞങ്ങളുടെ നാട്ടിന്റെ പെണ്ണുമക്കളെ പ്രത്യേകം പരിഗണിച്ച്, മറ്റുള്ളവരെയും കൂടി പരിഗണിച്ച് ആരംഭിച്ചിട്ടുള്ള ശരീഅത്ത് കോളേജ് അല്ലാഹു തആല അത് നല്ല നിലക്ക് വിജയിപ്പിച്ച് തരട്ടെ. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്നവർക്ക്, പണിയെടുക്കുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പഠിക്കാനുള്ള എല്ലാ മക്കളുടെ കൽബിനെയും അല്ലാഹു തആല ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് അടുപ്പിക്കട്ടെ. ബഹുമാനികളെ, മജ്ലിസുൻ നൂറുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. മജ്ലിസുൻ നൂർ ഒരു ദിക്റായതുപോലെ അതിനേക്കാളും വലിയൊരു ദിക്റാണ് ഈ ഒത്തുകൂടൽ. സ്വാഗത ഭാഷണത്തിൽ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഏറെ പവിത്രമായ, പരിശുദ്ധമായ, ബർക്കത്താക്കപ്പെട്ട ഒരു സംഗമമാണിത്. ഇത് കേവലം ഒരു പരിപാടിയല്ല. ഈ ഒരു ഒത്തുകൂടൽ, ഈ ഒരു ഒക്കൂട്ട, ഈ ഒരു സംഗമം, ഈ ഒരു മജ്ലിസ്, അത് ഓൺലി ഒരു കാര്യക്രമമായിട്ട് മാത്രം ഞങ്ങൾ കാണുക തീറ.
അള്ളാഹുവിന്റെ അടുക്കൽ ഏറെ കൂലിയുള്ള, ഏറെ മഹത്വമുള്ള, അള്ളാഹു താല ഏറെ ഇഷ്ടപ്പെടുന്ന അതിമഹത്തായ ഒരു ഇബാദത്തുമായിട്ടാണ് നമ്മൾ ഈ ഒത്തുകൂടിയത്. ഇത് ഏറ്റവും വലിയൊരു ഇബാദത്താണ്. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു താല നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരം കാര്യങ്ങൾ. ഇനി വന്നിരിക്കുക, ഇവിടെ വന്നിട്ട് കൂടുക, ഇവിടെ ഇരുന്ന് കേൾക്കുക എന്നത് അത് എല്ലാവർക്കും അള്ളാഹു താല കൊടുക്കുന്ന അവസരമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നിട്ടിരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് വേണം, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം വേണം, അവന്റെ വിശാലമായ കരുണാ കടാക്ഷം വേണം, ഏറ്റവും വലിയ തൗഫീഖ് വേണം, ഭാഗ്യം വേണം. അതുള്ളവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് കൂടാൻ കഴിയൂ. നാട്ടിൽ കുറെ ആളുണ്ടാവും, ഇഷ്ടംപോലെ ബാല്യക്കാരുണ്ടാവും, കണ്ടമാനം വയസ്സന്മാരുണ്ടാവും, അയിലയിൽ നടക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും വന്നിട്ട് ഇവിടെ ഇരുന്നോളണമെന്നില്ല. കാരണം അങ്ങനെ എല്ലാവർക്കും വന്നിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കാര്യക്രമം അല്ല ഇത്. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 1 മണിക്കൂർ അല്ലാഹുവിനെ പറ്റി ചിന്തിക്കല്, 1 മണിക്കൂർ ഒരിത്തിരി നേരം അല്ലാഹുവിനെ പറ്റി ഓർക്കല്, തഫക്കുറു സാഅ, ഒരിത്തിരി നേരം അല്ലാഹുവിനെ പറ്റി ചിന്തിച്ചിരിക്കുക, അല്ലാഹുവിനെ പറ്റി പറയുക, അല്ലാഹുവിനെ പറ്റി പറയിപ്പിക്കുക, അല്ലാഹുക്ക് വേണ്ടി ഒരിത്തിരി നേരം ഒത്തുകൂടുക എന്നത് ഖൈറും മിൻ അൽഫി റക്അ, അതാ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള അമലാണ് 1 മണിക്കൂർ അല്ലാഹുവിനെ പറ്റി കേൾക്കാനിരിക്കല, അല്ലാഹുവിനെ പറ്റി ചിന്തിച്ചിരിക്കല, അല്ലാഹുവിനെ പറ്റി ഓർത്തിരിക്കല, അല്ലാഹുവിനെ പറ്റി പറയാനിരിക്കല, അല്ലാഹുവിനെ പറ്റി പറയിപ്പിക്കാനിരിക്കല. 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അല്ലാഹുവിന്റെ അടുക്കൽ കൂലിയുള്ള അമലാണ്, ശ്രേഷ്ഠമായ അമലാണെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി. ചെറിയ ചെറിയ മക്ക അങ്ങാങ്ങിങ്ങും പോയോണ്ടും വന്നോണ്ടും വേണ്ട. മക്ക പോകണം, മജ്ലിസിൽ പോകണം, മക്കളെ ദുആക്ക് ഇജാബത്തുണ്ട്. മക്കളെ ഓടുന്ന എണിപ്പാട്ടിൽ കടത്തണ്ട. മക്ക ദയിച്ച മക്ക ദയിക്കട്ട്, ചന്തത്തിൽ ദയിക്കട്ടെ. മാഷാ അല്ലാഹ്, നല്ല അടക്കത്തിലും നല്ല അച്ചടക്കത്തിലും നല്ല അതവിലും ദയിച്ചിറാറിവില്ല ഞങ്ങളെ പോലെ. അല്ലാഹു താല ഞങ്ങളെ മക്കളെ കാക്കട്ട്, അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ഇത് ഫസ്റ്റ് കണ്ടോ, ചിലറായത്തിലെല്ലാം പോയെങ്കിലും മക്കളെ ഗൗജി ഗദ്ദള, ഒരു ഭാഗത്ത് ചെറുമുരി, ഒരു ഭാഗത്ത് പുഗ്ഗ, ഒരു ഭാഗത്ത് ബോട്ടി. അപ്പോ ഇവിടെ അൽഹംദുലില്ലാ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. കിടാക്കെല്ലാം ഞങ്ങളെക്കാട്ടിയ നല്ല സിസ്തുലിരുന്നതാ, കൂറ്റില്ല ഗൗജില്ല എന്തുമില്ല. അതാണ് ഞങ്ങൾ ഫസ്റ്റേ പറഞ്ഞല്ല, അത് ഞങ്ങളെ നാട്ടിലെ പാരമ്പര്യം, ഞങ്ങളെ നാട്ടിലെ ഹിരിയന്മാരെ കണ്ടുപിടിച്ച പാഠം, ഞങ്ങളെ നാട്ടിലെ ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുത്ത നല്ല പാഠമാണ്. അല്ലാഹു താല അവരെയും ഞങ്ങളെയും നന്നാക്കി തരട്ടെ. ഏതായാലും ഇനി കിടാക്കളെ, അവിടെ ഉള്ള കിടാക്കളെല്ലാം ഇവിടെ പൊട്ടോ ഇങ്ങനെ ആട്ടിയോണ്ട് പോകുന്ന കണ്ടത്തോള പോറും അതിന്റെ ആവശ്യമില്ല. മക്കൾക്ക് വയല് പോകണമെന്നുമില്ല. ചെറിയ മക്ക എന്ത് വയല് കേൾക്കണം, അങ്ങ് അല്ലെങ്കിലേ സ്വർഗത്തിലല്ലേ. വലിയ ഉള്ളം കടത്തോറും നിങ്ങൾ ഒത്താഴ്ച കടത്തും വേണ്ട. കാരണം അങ്ങനെ വന്നിട്ട് ജയിക്കണ ജാഗല്ലേ ഇത്. നിങ്ങളെ ഭാഷ, ഇവരുടെ ഭാഷ ഏതാ? എനിക്ക് നന്നായിട്ട് വരുന്നില്ല, എന്നാലും തെല്ലിതെല്ലാം ഒപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അത്ര പിന്നെ നമുക്ക് വലിയ നിർബന്ധമുണ്ട്, ഏത് ഭാഷയിലായെങ്കിലും ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തിരിയണം, നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾക്ക് പിടിയാവണം. അല്ലാണ്ട് 2 ഗಂಟೆ വയല് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ നാളെ നിങ്ങളോട്ട് കേട്ടാറ് അയാൾ എന്തല്ല ഇന്നലെ വയല് പറഞ്ഞു എന്ന് കേൾക്കുമ്പോ അമ്മ ഗോവിന്ദാൻ ചൊല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഈ ഫംഗ്ഷൻ വെറുതെ. അപ്പൊ തിരിയണോ? അപ്പൊ നന്നിരിക്കും നിങ്ങളെ ഭാഷ എന്നൊക്കെ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ആയത്ര നോക്കാം. അല്ലാഹു തആല ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ. ആമീൻ ചൊല്ലറോ. അല്ലാഹു ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ, ഞങ്ങളെ മജ്ലിസ് അല്ലാഹ് കബൂലാക്കട്ടെ. അവിടെ നടുവിലുള്ള 2-3 കസാല തെല്ല് എതിർക്ക് ദയിച്ചങ്ങ് അതിപ്പില്ല, പെറവിൽ നിന്നങ്ങ് തെല്ലത് കസാല തുറണ്ട, നിങ്ങൾ എതിർക്ക് വന്നങ്ങ് മയ്യാവും. മാഷാ അല്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കട്ടെ. ഈ മുഅ്മിനീങ്ങളുടെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ നല്ല ഉദ്ദേശങ്ങൾ, നല്ല മുറാദുകൾ അല്ലാഹു ഹസിലാക്കി തരട്ടെ. ഞങ്ങളിലും വീട്ടുകാരിലും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും കാരുണ്യവാനായ റബ്ബ്, കരുണക്കടലായ റബ്ബ് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് മരുന്നില്ലാതെ സുഖപ്പെടുത്തി തരട്ടെ. ഞങ്ങളെ വന്യരായ വലിയ നേതൃത്വം, ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലെ, ഞങ്ങളെ നാടിന്റെ അഭിമാനമായ ബഹുമാനപ്പെട്ട അബൂബക്കർ ആചാരെ പോലെ അവർക്കെല്ലാവർക്കും അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഒരുപാട് കാലം ഞങ്ങളെ നാടിന് നേതൃത്വം നൽകാൻ, നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ.
മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ ഒത്തുകൂടൽ. ഇത് വള്ളി കാര്യക്രമല്ല, ഇത് കേവലം ഒരു ചടങ്ങായിട്ട് മാത്രം നിങ്ങൾ കാണണ്ട. വർഷത്തിൽ നടന്നുകൊണ്ടുണ്ടല്ലേ. കഴിഞ്ഞ വർഷം നടന്നിരല്ലേ 3ನೇ വാർഷിക, 4ನೇ വാർഷിക, ഇതും ഇക്കട്ട് 5ನೇ വാർഷിക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വള്ളി ഒരു കാര്യക്രമമായിട്ട് മാത്രം നടക്കുന്നതല്ല. ഇതൊരു ഡ്രാമയല്ല, ഇതൊരു കാര്യക്രമമല്ല. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്, ഏറ്റവും വലിയ അമലാണ്, ഏറ്റവും വലിയ ഇബാദത്താണ്. ഈ മജ്ലിസിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞു, ഇത് സ്വർഗ്ഗത്തിന്റെ ഭാഗമാണ്. 8:30 മണിക്ക് ഞങ്ങളെ ഫംഗ്ഷൻ തുടങ്ങിയല്ലേ. ഇൻഷാ അല്ലാഹ് 11 മണിയാകുമ്പോ 11 കാലാകുമ്പോ ഞങ്ങളെ ഫംഗ്ഷൻ തീരുവല്ലേ. അല്ലേ അല്ലേ അതുകൊണ്ട് ഞങ്ങളെ പ്രസിഡന്റ് എത്ര അടുത്തോളം പോവാ. ഇപ്പൊ മീനിങ് അന്താജി ചൊന്നെങ്ങന്നൊക്കെ അതിന്റെ മട്ടം പോലെ തുടങ്ങാം. നന്നും വേണ്ട, ബാഗ് ആക്കിയിട്ട് ബെടിച്ചലാക്കാണ്ട് ചന്താക്കിയിട്ട് ചിക്കനാതൊരു ചൊക്കവാക്കിയിട്ട് ബേം പോണം. ബെടിച്ചലാക്കോ തീറ പാടി 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 പാടിയിട്ട് ഒരുത്തന്റെ കൂറ്റേ പോയി. അപ്പൊ 4 ആൾക്കാർ വന്നിട്ട് നിപ്പാട്ടില്ലാന്ന് എന്നെന്തെങ്കിലും നിപ്പാട്ടും ചൊല്ലണോ, അല്ലെങ്കിൽ നിപ്പാട്ടുണ്ടോ കൂറ്റു പോയിരല്ലേ എന്ന് ചൊല്ലണമെന്നുണ്ട്. കൂറ്റു പോകണ്ടേക്ക് മുന്നോളെ നിപ്പാട്ടുണ്ട്, അത് ചന്ത ബെടിച്ചലാക്കോ തീറ. ഏത് നാളെയും ഫംഗ്ഷൻ ഉണ്ടല്ലേ, മറ്റന്നാളും ഉണ്ടല്ലേ. മാത്രല്ല നാളെ സുബഹിക്ക് കുട്ടികൾക്ക് മദ്രസയുണ്ട്, ക്ലാസ് ഉണ്ട്, സ്കൂളുണ്ട്, മറ്റു കാര്യക്രമങ്ങളുണ്ട്. വലിയവർക്ക് മുതിർന്നവർക്ക് ജോലിയുണ്ട്, തിരക്കുണ്ട്. എല്ലാവർക്കും അവരവരേതായ ഫീൽഡിൽ ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നീട്ടുന്നില്ല. പറഞ്ഞല്ലോ, ഞാൻ അല്ലാഹുവിന്റെ ലോകത്ത് ചെറിയ ആയുസ് മാത്രം വിധിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. പൂർവ്വകാലത്ത് വന്ന ജനങ്ങളെ പോലെ, പണ്ട് കാലത്ത് ജീവിച്ച് മരിച്ചുപോയ ജനങ്ങളെ പോലെ, പഴയ കാലത്ത് വന്ന നബിമാരെ പോലെ, അവരെ ഉമ്മത്തീങ്ങളെ പോലെ 500 കൊല്ലമോ 300 കൊല്ലമോ 1000 കൊല്ലമോ ആയുസ് നമുക്കല്ല തന്നിട്ടില്ല. അന്ന് ജീവിച്ചവരങ്ങനെയാ. പഴയ കാലത്ത് ജീവിച്ചവരുടെ ആയുസ് അങ്ങനെയായിരുന്നു. പൂർവ്വകാല ജനതയുടെ ആയുസ് അങ്ങനെയായിരുന്നു. മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം എന്റെ നിങ്ങമുണ്ടല്ല മമ്മാലിനമ്മോണല്ലാതെ അള്ളാന്റെ നബിയാണ്, അള്ളാന്റെ നബിയാണ്. ലോകത്ത് വന്ന നബിമാരുടെ നേതാവാണ് മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. ഈ ലോകത്ത് വന്നിട്ട് നബിയായിട്ട് മാത്രം, നുബുവത്ത് പട്ടമേറ്റെടുത്തിട്ട് മാത്രം, നബിയായിട്ട് മാത്രം ആ മഹാൻ 950 കൊല്ലം, പിന്നെ എന്താ പറയാ 950 കൊല്ലം, 950 വർഷം, അത്ര കാലം ആ മഹാൻ നബിയായിട്ട് മാത്രം ജീവിച്ചോ. ആ നബിന്റെ ആയുസ് അത്രയല്ല, സാവിറക്കിൻ തൊളോയച്ചോ, അതിന്റെയും അപ്പുറമാണ്. ഞാൻ പറഞ്ഞല്ലോ, പഴയ കാലത്തുള്ള ജനങ്ങള്, മനുഷ്യന്മാർ, നബിമാരായാലും സാധാരണക്കാരായാലും വിശ്വാസികളായാലും അല്ലാത്തവരായാലും അവരുടെ ഏജ് അങ്ങനെയായിരുന്നു. എന്നാൽ നമ്മുടെ ഏജ് അങ്ങനെയല്ല. ആഖിർ സമാനിന്റെ കാലത്ത് ജീവിക്കുന്ന അവസാന കാലത്തെ ജനതയാണ് നമ്മള്. ആ അവസാന കാലത്തെ ഉമ്മത്താണ് നമ്മള്. ആഖിർ സമാനിന്റെ ജനങ്ങളാണ് നമ്മള്. മുത്ത് റസൂലുള്ളാഹി തങ്ങളെ സമുദായമാണ് നമ്മള്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പച്ചക്ക് പറഞ്ഞു, അമാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമുദായത്തിന്റെ, എന്റെ ഉമ്മത്തീങ്ങളുടെ ആയുസ് 60 70 ആണ്. മാക്സിമം 60 70. ശരാശരി അങ്ങനെ ചിലപ്പോ അപ്പുറപ്പല്ലായിട്ട് ബൈ ചാൻസിൽ തെല്ല് കിട്ടോ, അല്ലെങ്കിൽ തെല്ല് കുറയോ. നിങ്ങൾ നണ്ടമേ നോക്കണം അല്ലേ, നിങ്ങൾ നണ്ടമേ നോക്കണം. നിങ്ങൾ ഏത് സൈഡിലൊക്കെ നോക്കിയോ അത് സ്വർഗത്തിന്റെ തോപ്പല്ല, ഇത് മാത്രം സ്വർഗത്തിന്റെ തോപ്പ്. നിങ്ങൾ എന്ത് വിചാരിച്ചത്? ഇത് അങ്ങനെ ഒട്ടാരെ തേച്ചിട്ട് ബായും വളർന്നിട്ട് മൂക്കുറുക കൈ ഇട്ടിട്ട് അയിലിൽ നോക്കിയിട്ട് പോയത് കബഡി ടൂർണമെന്റ് പന്തയാട്ട ഗാലറി ഒന്നും അല്ല. പിടിയാവൂർ നിങ്ങക്ക് ഞാൻ ചൊന്നത് നിങ്ങക്ക് വല്ല റാഹത്താവല്ല എന്നൊന്നും സാരല്ല. എല്ലാരും റാഹത്താക്കുന്നൊക്കെ പോയി അല്ല പോകുമ്പത്തേക്ക് ഒരു 500 രൂപ കുറച്ചങ്ങായിട്ട് റാഹത്ത കമ്മിയായി. നന്ദം കുറക്കണ്ട, കിടാക്ക മക്കളെല്ലാം ഉണ്ടല്ലോ. ഞാൻ തമാശ വന്നാവാ കൗസർ, നാളെ ക്ലിപ്പാക്കിയിട്ടുണ്ട. അല്ലെ പേടിയില്ല, പേടിയുണ്ട്. ആരെ പേടിക്കും കൂടെ ദുനിയാവിൽ പിത്തനായി പോണ്ടാന്ന്. അത്രയും പിത്തനാനെ പേടിക്കണം. മനുഷ്യന്മാർ അങ്ങനെ ചൊന്നറു ഇങ്ങനെ ചൊന്നറു ആർക്ക് വേണമായിട്ട് എഡിറ്റാക്കിയിട്ട് ഇട അങ്ങനത്തെ കാലം ഇത്. എലി പോയി ചൊന്നത് നാളെ പുലി പോയിന്ന് ക്ലിപ്പ് കണ്ടു.
6 ചൊന്നത് നാളെ 100 ചൊന്നിട്ട് ക്ലിപ്പ് വേണ്ട. അങ്ങനത്തെ ലോകം ഇത്. അപ്പൊ ഫിത്തനാനെ നല്ലോണം പേടിക്കണം. പിന്നെ മനുഷ്യന്മാരെ പേടിക്കണ്ട, ഒരാളെയും പേടിക്കണ്ട, അല്ലാഹനെ മാത്രം പേടിക്കണം. അവനെ പേടിച്ചെങ്കിൽ എല്ലാവരും നിന്നെ പേടിക്കുന്നതാണ്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. നീ അല്ലാഹുവിന്റെ ആളാകണോ, നീ അല്ലാഹനെ പേടിക്കണോ, നീ അല്ലാഹനെ അനുസരിക്കണോ, നീ അല്ലാഹനെ ചിന്തിക്കണോ, നീ അല്ലാഹ്ക്ക് വഴിപ്പെടണോ, നീ അല്ലാഹ്ക്ക് ഇബാദത്തുള്ളവനാകണോ, നീ അല്ലാഹ്ക്ക് തഖ്വയുള്ളവനാകണോ. എന്നാൽ ഖാഫഹു കുല്ലു ശൈ, എല്ലാവരും നിന്റെ അണ്ടറിലാണ്, നിന്റെ കസ്റ്റഡിയിലാണ്. നിന്നെ പേടിക്കുന്നവരാണ്, നിന്നെ അനുസരിക്കുന്നവരാണ്, നിന്നെ സ്നേഹിക്കുന്നവരാണ്. ലോകത്തെ പേടിക്കേണ്ടത് അല്ലാഹനെ മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹ്ക്ക് മാത്രം ജീവിക്കുക. ഞാൻ വിഷയം മാറ്റുന്നില്ല. നണ്ട നോക്കറോ ഈ ലോകത്ത് വന്ന സമുദായത്തിന്റെ കൂട്ടത്തില് കുറഞ്ഞ ഏജ്, അല്പായുസ് മാത്രം നൽകപ്പെട്ട സമാജ, അല്പായുസ് മാത്രം നൽകപ്പെട്ട ഉമ്മത്ത് ഈ സമുദായമാണ്. പക്ഷേ ഈ സമുദായത്തിന് അല്ലാഹ് കൊടുത്ത ചെറിയ ആയുസ് പഴയ കാലത്ത് ജനങ്ങൾക്ക് കൊടുത്ത വലിയ ആയുസിനേക്കാളേറെ അല്ലാഹുവിന്റെ അടുക്കൽ ഗണമുള്ളതാണ്, പവറുള്ളതാണ്. അന്നുള്ള ജനങ്ങൾ ഒരു കർമ്മം ചെയ്തിട്ട് കൂലി കൂട്ടണമെങ്കിൽ, അന്നുള്ള ജനങ്ങള് 1000 വർഷത്തെ ഇബാദത്ത് എടുക്കണമെങ്കിൽ അവർ 1000 വർഷം ഇബാദത്തെ എടുക്കണോ. 12 ഗಂಟ നോമ്പ് നോക്കണം, നോമ്പ് നോക്കിയ കൂലി കിട്ടണമെങ്കിൽ അങ്ങ് 12 ഗಂಟ നോമ്പേ നോക്കണോ. 100 വർഷം തസ്ബീഹ് ചൊന്ന കൂലി കിട്ടണമെങ്കിൽ അണ്ടല്ല ജനങ്ങൾക്ക് 100 വർഷം തസ്ബീഹ് ചൊല്ലണോ. അല്ലാണ്ടല്ല 100 വർഷത്തെ കൂലി കൊടുക്കല. അതേ സമയത്ത് ഞങ്ങൾ അങ്ങനെയല്ല. ഒരേ ഇബാദത്ത് കൊണ്ട് 1000 കൊല്ലത്തെ നന്മ കരസ്ഥമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഉമ്മത്താണ് ഈ ഉമ്മത്ത്. പറഞ്ഞല്ലോ ഞാൻ, ഒരു മണിക്കൂർ അല്ലാഹനെ ചിന്തിച്ചിരിക്കല്. ഇത് അല്ലാഹ്ക്ക് വേണ്ടിയുള്ള ഇരുത്തല്ലേ അല്ലേ? ഇങ്ങനത്തെ തലല്ലാട്ടോറോ നിങ്ങൾ ഈ പുക പോലെ ദമ്മു പിടിച്ച് നിൽക്കണ്ട. നന്നൊട്ടിക്ക് പോകണം. അപ്പൊ നക്കതൊരു സമാധാനമുള്ളൂ. നിങ്ങൾ കേട്ടോണ്ടുള്ളാറ്, നിങ്ങൾ നന്റെ കാട്ടി ശ്രദ്ധിച്ചോണ്ടുള്ളാറ്, നിങ്ങൾ നണ്ടൊട്ടിക്കുമേ ഉള്ളാറെന്നൊക്കെ ഒന്നുണ്ടോ. ആയെങ്കിലും നിങ്ങളൊരു റീപ്ലൈ, ഒരു റിയാക്ഷൻ കാണുമ്പോഴത്തോ, പ്രതിക്രിയ കാണുമ്പോഴത്തോ നക്കത്തിൽ റാഹത്താവും. ഒന്നാമത് നക്ക് പനിയുണ്ടോ, മേൽക്കൈ നമ്പലുണ്ടോ, കഫമുണ്ടോ, എല്ലാം ഉണ്ട്. സാധാരണ മനുഷ്യന്മാരല്ലേ. ഇപ്പൊ ക്ലൈമറ്റും അങ്ങനെ മേലേ. മഴയില്ലാത്ത കാലത്ത് മഴ, ചളിയില്ലാത്ത കാലത്ത് ചൂടുള്ള കാലത്ത് കഞ്ഞി. സമാൻ ബദൽ ഗയ. 1970 കാലത്തില് 1973, 74 ആ കാലത്തിലെ മുഹമ്മദ് റഫി പാടിയുള്ള ആറ് മുഹമ്മദ് റഫി സമാനാ ഖറാബ് ഹേ 50 വർഷം മുന്നേ പാടിയത്. അപ്പമേ ഖറാബ്. പിന്നെ ഇപ്പൊ ചൊല്ലാം ബേനിഖാബ് നിക്കുലോന, മാസ്ക് ഇടാണ്ട് പുറത്തു പോണ്ട, സമാന ഖറാബ് ഹേ. കാലവെടക്കായിര് നണ്ടുപാടി 50 വർഷം മുന്നോലോ അത് വന്നിപ്പല്ലേ. അയാൾ ഔലിയമാണല്ലേ മുഹമ്മദ് റഫി. നിങ്ങൾ ഔലിയൊന്നും ആക്കണ്ട. അയാൾ ആയെങ്കിൽ നല്ലത്. അൽഹംദുലില്ലാ. അല്ലാഹു തആല അയാൾക്ക് ഞങ്ങൾക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ ഔലിയ ആക്കണ്ടേ. നാളെ ഒലിയൊന്നും ചൊല്ലാതെ കണ്ട നല്ല ഞങ്ങളൊരു ദീർഘവീക്ഷണം നോക്കുറവില്ല. ഞങ്ങളൊരു ചിന്ത ഇക്കട്ടെ. അപ്പൊ സമാന ബെടക്കായി പണ്ടത്തെ പോലെയല്ല. സമാന ബെടക്കായതല്ല. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അതൊരു ഭംഗ്യന്തരേണയുള്ള പ്രയോഗമാണ്. അതൊരു വ്യംഗ്യരൂപത്തിലുള്ള പ്രയോഗമാണ്. നാള് ബെടക്കായിട്ടില്ല, കാലം ബെടക്കായിട്ടില്ല. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ നഈബു സമാനനാ വൽ നഈബു ഫീനാ. ഞങ്ങൾ നാളിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നാള് ബെടക്കായിറ്, സമാന് ബെടക്കായിറ്, എല്ലാ നാളും ബെടക്കായിറ് എന്നിങ്ങനെ ഞങ്ങൾ നാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള, തിങ്ങളുടെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള, വർഷത്തെ ഞങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള, സത്യം പറയട്ടെ, നാളെ ബെടക്കായിട്ടില്ല. വല്ലൈബു ഫീനാ.
ഞങ്ങ ടിക്കറ്റ് ബെടക്കായത് അപ്പൊ ഞങ്ങ ശരിയായി നാള് ശരിയായി ഞങ്ങ ബെടക്കായി നാളും ബെടക്കായി അല്ലാതെ നാള് ബെടക്കായിട്ടില്ല. നിന്റെ വിഷയം അതല്ല. പഴയ കാലത്തുള്ള ആൾമാർ, പണ്ട് കാലത്ത് ജീവിച്ച മനുഷ്യന്മാർ, അങ്ങക്ക് അല്ലാഹു തആല വലിയ ഇബാദത്തിന്റെ കൂലി കൊടുക്കണമെങ്കിൽ അങ്ങ് വലിയ ഇബാദത്തെ എടുക്കണോ? 1000 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി അങ്ങക്കല്ല കൊടുക്കണമെങ്കിൽ 1000 കൊല്ലത്തെ ഇബാദത്ത് അങ്ങ് എടുക്കണോ? 100 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി കൊടുക്കണമെങ്കിൽ 100 കൊല്ലത്തെ ഇബാദത്തിന്റെ ഇബാദത്ത് അങ്ങ് എടുക്കണോ? എന്നാൽ ഈ ഉമ്മത്ത് അങ്ങനെയല്ല, ഈ സമുദായം അങ്ങനെയല്ല. ഈ സമുദായത്തിന് അല്ലാഹു വലിയ ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതായത് ചെറിയ മണിക്കൂറില് ചെയ്യുന്ന ചെറിയ ഇബാദത്തിന് വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. പറഞ്ഞല്ലോ തഫക്കുറു സആ, 1 മണിക്കൂർ അല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഇർത്താം, ഈ ദൈക്കല്, കൂടെ വന്നിട്ടുള്ള ഈ ഒത്തുകൂടല്, അല്ലാഹനെ ചിന്തിച്ചിരിക്കല്. ഒരു മണിക്കൂർ അല്ലാഹ്ക്ക് വേണ്ടിയിട്ടിരിക്കല ഖൈറും മിനൽ ഫിറക, അത് 1000 റക്അത്ത് നിസ്കരിച്ച കൂലി കിട്ടുന്ന കാര്യക്രമമാണ്. 1000 റക്അത്ത് പ്രതിഫലം നൽകപ്പെടുന്ന സംഭവമാണ്. ഇത് ചെറിയ ഒരു കാര്യക്രമമല്ല. ഏതോ ആകട്ടെ, ഈ ചെറിയ ആയുസിന്റെ ഇടക്ക് അല്ലാഹു തആല നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇത് എല്ലാവർക്കും ഇല്ല. ഈ ഒരു സൗഭാഗ്യ, ഈ ഒരു ചാൻസ് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നില്ല. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമാണ്, അല്ലാഹു ഏറ്റെടുത്തവർക്ക് മാത്രമാണ്, അല്ലാഹു തആല ഭാഗ്യം ചെയ്തവർക്ക് മാത്രമാണ്. മരിക്കണമല്ല, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം പറഞ്ഞിട്ട് പോകേണ്ടവരല്ലേ? അല്ലേ, മരിക്കേണ്ടവരല്ലേ? മരണമെന്നത് ഉറപ്പാണ്. മരണമെന്നത് കട്ടിട്ട ബുദ്ധിയാണ്. മരണമെന്നത് ഗ്യാരണ്ടിയാണ്. അത് എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. മരിക്കാൻ രോഗിയാകണമെന്നില്ല, മരിക്കാൻ വയസ്സാകണമെന്നില്ല, മരിക്കാൻ വീട്ടിലെത്തണമെന്നില്ല, മരിക്കാൻ ഞങ്ങളെ ജോലി തീർന്നിരിക്കണമെന്നില്ല. ഏത് സമയത്തും മരണമാലാക ഞങ്ങളെ തലക്ക് മുകളിലാണ്. അതേ, ഏത് ഭൂമിയിലാണ്, ഏത് സ്ഥലത്താണ് നിങ്ങളെ മരണമാലാക പിടികൂടുക എന്ന് പറയാൻ കഴിയില്ല. ഇന്നലകളില് കഴിഞ്ഞ നാളുകളില് നമ്മളോടൊപ്പം ജീവിച്ച് കൊതി തീരാത്ത എത്ര ആൾക്കാരാണ് നമ്മൾ ഇവിടെ പറഞ്ഞു പോയത്. ഞങ്ങളെ ഉമ്മമാരിൽ പലരും ഖബർസ്ഥാനിലല്ലേ, ഞങ്ങളെ ബാപ്പമാര് പള്ളിപ്പറമ്പിലല്ലേ. അതേ, കണ്ടു കൊതി തീരാത്ത ഞങ്ങളെ പിരിശത്തിന്റെ കനികളാകുന്ന മക്കളും പലരും മരണപ്പെട്ടു പോയില്ല. ഭാര്യമാരിൽ പലരാ, ഭർത്താക്കന്മാരിൽ പലരാ, ഞങ്ങളെ ചങ്ക് ബ്രോകളിൽ പലരാ, ഞങ്ങളെ ഖാസ് ചങ്ങായിമാരിൽ പലരോ എപ്പോഴും കാണണോ മുണ്ടണോ എന്ന് വിചാരിക്കുന്ന ഞങ്ങളെ ചങ്ങാതിമാരിൽ പലരും ഇന്ന് പള്ളിപ്പറമ്പിലാണ്, 6 അടി മണ്ണിലാണ്. ആരും പറഞ്ഞിട്ട് പോയിട്ടില്ല. പോയിരാറാ, നാ മരിക്കട, നാണ് പോണ്ട, നന്റെ ടൈം ആയിട്ട് എന്നെ നന്റെ വിളിക്കണ്ട, നന്റെ സിമ്മുക്ക് നീ വിളിക്കണ്ട ചൊന്നിട്ടു. ആരും ചൊന്നിട്ട് പോയിട്ടില്ല. കാരണം എന്താ? ചൊല്ലുക ടൈമില്ല, ചൊന്നിട്ട് പോവ നേരെയില്ല. ഏത് ടൈമില എപ്പാ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുസ്തഫ റസൂലുള്ളാഹ് അവർക്ക് പറയേ, മുസ്തഫ റസൂലുള്ളാഹ്. അല്ലാഹു തള്ളാത്ത, അല്ലാഹു ബാത്തിലാക്കാത്ത, അല്ലാഹു ഒരിക്കലും ബെടക്കാക്കാത്ത ഒരേ ഒരു അമല് മുസ്തഫ നബി തങ്ങളെ പേരിലുള്ള സലാത്ത് മാത്രമാണ്. സ്വലാത്തു റസൂലില്ലാഹ്. അതൊരിക്കലും അല്ലാഹു ബെടക്കാക്കാത്ത. ബാക്കി ഏത് അമലും അല്ലാഹു ചിലപ്പോ അതിന്റെ മട്ടം പോലെ ആയിട്ടില്ലെങ്കിൽ വലിച്ചിട്ടെറിയുക. ഈ പ്രസംഗിക്കുമ്പോൾ
ഒന്നെടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ അള്ളാന്റെ തൊഫി കൊണ്ട് വിശ്വാസം എന്തുമില്ല. ചില ആൾമാർക്ക് അവിടെ ഭയങ്കര വിശ്വാസം, കൂടെ എന്തുമില്ല. ചില ആൾമാർ നിസ്കാരത്തേക്ക് നിന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് അല്ലാഹ് അല്ലാഹ് കാണില്ല. നിങ്ങൾ അവൻ ചെല്ലുന്ന സ്റ്റൈല് കാണുമ്പോഴത്തേക്ക് വിചാരിക്കണോ അള്ളാനെ പിടിച്ചിട്ട് അവൻ കീസ കിട്ടാന്ന്. ഉള്ളെടുക്കുമ്പോ അവളൊക്കെ കൈ ഇട്ടിട്ട് അപ്പുറം മറിക്കണോ ഇപ്പുറം മറിക്കണോ ഉള്ളു എന്ന് പറഞ്ഞു ഹലോ 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 അവസാനം ഹലാക്കാക്കിട്ട് പോണ്ട. അങ്ങനത്തെ വിശ്വാസം ഒന്നും ഇല്ല. ഊടെ നക്കത്തിൽ വിശ്വാസം. ഈ ചെറിയ ചെറിയ മക്ക അങ്ങ് ചെറിയ പൈതങ്ങ ജോറാക്കണ്ട, പറയണ്ട. അള്ളാഹു ഞങ്ങളെ മക്കളെ കാത്തോട്ട് വലിഹീങ്ങളായ മക്കൾ അള്ളാഹു ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. നല്ല മക്കളല്ലാഹു ഞങ്ങൾക്ക് നല്ലോണം തരട്ടെ. തന്ന മക്കളല്ലാഹു സ്വാലിഹീങ്ങളാകട്ടെ. ആയെങ്കിലും ബലിയങ്ങളോട്ട ബാഡ്ജ് കുത്തിയങ്ങളോട്ട SKSFന്റെ ബാല്യക്കാരൊട്ട വിക്കായന്റെ ഞങ്ങളെ സന്നദ്ധ ഭടന്മാരൊട്ട ചൊന്നോണ്ടുള്ള ചെറിയ ചെറിയ മക്കളെ ഇപ്പറപുടണ്ട. അങ്ങളെ ഈ എതിർലേ പായൊക്കെ പുടണ്ട. നല്ല പിരുസത്തില്, നല്ല കൊണ്ടാട്ടത്തില്, നല്ല ചന്തത്തില്, നല്ല പളക്ക ചൊന്നിട്ടു അങ്ങളെ അയിലമേ ബുടറോ അപ്പുറത്തലെ ബുടറോ അങ്ങ ഊടെ വന്നിട്ട് ദയിക്കൊണ്ടൊന്നില്ല. ബലിയങ്ങ വേണമെങ്കിൽ പറഞ്ഞ് ബലിയങ്ങ നിങ്ങ അങ്ങനെ കോളർ പിടിച്ചിട്ട് എന്ത് കൊണ്ടണ്ട അവനക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചട്ടിക്കില്ലാത്ത ചൂട് മൂടുകന്തില്ലേ. പിന്നെ അതങ്ങനെ കോളർ പിടിച്ചിട്ട് കൊണ്ടുവന്ന വിഷയമല്ല ഇത്. ഇത് ഡേ നൈറ്റ് മാച്ച് എന്തും അല്ലല്ലേ. ഡേ നൈറ്റ് മാച്ച് ആയെങ്കിൽ പിന്നെ കോളർ പിടിച്ചിട്ട് കൊണ്ടുവരൊന്നുമില്ല. 4 മണിക്ക് മന്ത്രിയത്തിൽ നിൽക്കും ഫ്രണ്ട് സീറ്റിൽ. ദമ്മതക്കൂടണോ കുറെ ആയത്തീസൊന്നും ഓതണമൊന്നുമില്ല. ഇങ്ങനത്തെ ഫംഗ്ഷൻ അല്ലാകുമ്പോ കുറെ ആയത്തോതണോ, കുറെ ചരിത്ര ചൊല്ലണോ, കുറെ ദമ്മതക്കല്ല് ഇടണോ, കുറെ ദുആറക്കണോ, അങ്ങനെ മെല്ലെ ജാറിയോട്ട് വേണ്ട. സാരില്ല, അൽഹംദുലില്ലാ. അത് എല്ലാവർക്കും കിട്ടല്ലേ. വന്നങ്ങ വല്ല ഭാഗ്യവന്മാർ. ഈ 1 മണിക്കൂറിന്റെ ഇരുത്തം നിങ്ങൾ പഠിക്കണോ? അത് ഞങ്ങൾ ഇപ്പൊ സാധാരണ ഇതിനൊരു കാര്യക്രമമായിട്ട് കണ്ട്. എങ്ങനെ കഴിഞ്ഞ വർഷം നടന്നതല്ലേ, ഈ വർഷം നടക്കട്ടെ. എല്ലാവരും പോയാറല്ലേ, നാണും പോണ്ടേ. അവൻ പോയിട്ട് പിന്നെ നാ പോയില്ലെങ്കിൽ എന്താക്കുവാറ് അങ്ങനെ ഇങ്ങനെ ചെന്നിട്ടു. അല്ലാണ്ട് നാ ഇപ്പൊ പുതിയ നൂതന മെമ്പർ അല്ലേ, നൂതന മെമ്പർ ആയെങ്കിൽ എങ്ങനെയും പോണേ അല്ലേ. ഈ തിങ്കില് ഈ ചിന്തയില് നിങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ വേസ്റ്റ്. നിങ്ങളെ ഇരുത്ത വേസ്റ്റ്. നിങ്ങളെ ഈ വരവ്, നിങ്ങളെ ഈ ഇരുത്തം, എന്റെ ഈ പറച്ചല്, നിങ്ങളെ ഈ പറയിപ്പിക്കല്, ഈ കൂടല്, ഇത് അല്ലാഹ്ക്ക് വേണ്ടി മാത്രമാകണം. ആരാർക്ക് വേണ്ടി ആകരുത്. ഇത് അല്ലാഹ്ക്ക് മാത്രമാണെങ്കിൽ, ഇത് അല്ലാഹനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിൽ പൊന്നുമ്മ പിരിശത്തവങ്ങള് നല്ല പോലെ കേട്ടായി 1 മണിക്കൂറിന്റെ ഇരുത്തം 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ്. ഒരാൾ ആ പള്ളിയിൽ പോയിട്ട് ഇപ്പൊ 1000 റക്അത്ത് ഞാൻ ഇത് പിന്നെയും അതേ പിന്നെ ചൊന്നോട്ടുള്ള എന്ത് തോന്നുന്നുണ്ടാ. ഇതിന്റെ ഒരു ഗണത്തെ ഗൗരവ മഹത്വം ഞങ്ങൾ മുന്നേ മനസ്സിലാക്കണം. ഇതങ്ങ് വെച്ചാറല്ല പോവാ, ഞങ്ങൾ പോവാ. ഞങ്ങൾ പോയില്ലെങ്കിൽ അങ്ങനെ നോട്ടാക്കിയെങ്കില നാളെ അങ്ങനെ പറഞ്ഞ വിഷയമല്ല ഇത്. ഇത് അള്ളാനെ മാത്രം കളബിൽ കണ്ടിട്ട് പറഞ്ഞ വിഷയ. ഇത് ആരാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒപ്പിക്കണ വിഷയം എന്തല്ല. ഇത് ഇതിന്റെ ഗണത്തെ അറിയണോ, ഇതിന്റെ ഗൗരവം അറിയണോ, ഇതിന്റെ മഹത്വം അറിയണോ. പ്രത്യേകിച്ച് ഇന്ന് ആരംഭ ദിവസം, ഇന്ന് തുടക്കം, ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് അല്ലേ. അപ്പൊ നാളെ മറ്റൊന്നല്ല ഇതിന്റെ ചന്തത്തിൽ പോണെങ്കിൽ ഇന്ത്യ നന്നായിട്ട് മനസ്സിലാക്കണം ഇത് എന്ത് അറിയണം ആദ്യം. ഇരിക്കട്ടെ, ഞാനത് നീട്ടുന്നില്ല. മഹദി ആയിഷ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. സകല സുഖങ്ങളെയും, സകല രസങ്ങളെയും, സകല നല്ല ചിന്തകളെയും, എല്ലാ നിലക്കുള്ള സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണ. ആ മരണത്തെ നിങ്ങളെ ഓർക്കണേ, മറക്കല്ലേ. മരണം ആഗ്രഹിക്കാൻ പാടില്ല. മരണ കൊതിക്കൊതിയറ. നാ ഒരിക്കൽ മരിച്ചെങ്കിൽ നല്ല ഇന്ന് ആഗ്രഹിക്കൊതിയറ. സ്വന്തത്തുക്കും മരണ ആഗ്രഹിക്കൊതിയറ, വേറെ ആൾക്കും മരണ ബർട്ടെന്ന് കൊതിക്കൊതിയറ. ഇവിടെയാ എനിക്ക് മരണ ആഗ്രഹിക്കൊതിയറ, അതേ സമയത്ത് മരണത്തെ മറക്കുതിയറ.
മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത്, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത്. നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത്, മരണത്തെ ആഗ്രഹിക്കരുത്. മരണം ഞാൻ ഒരിക്കൽ മരിച്ചെങ്കിൽ നല്ലത്, ഞാനെന്താ മരിക്കാഞ്ഞ്, ഒരിക്കൽ മരിച്ചിട്ട് പോയി നല്ലിന്ത്, ഞാനൊരിക്കൽ മരിച്ചിനെങ്കിൽ നല്ലണ്ടായിരുന്നു എന്നിങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്. നീണ്ടകാലം ജീവിക്കുക എന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നീണ്ടകാലം നല്ല അമലുകൾ ചെയ്തിട്ട്, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്, നല്ല നല്ല പണികൾ ചെയ്തിട്ട്, ഇതുപോലെയുള്ള നൽകാര്യങ്ങൾ ചെയ്തിട്ട്, സൽപ്രവർത്തനങ്ങൾ ചെയ്തിട്ട് കുറെ കാലം ജീവിക്കുക എന്നത് നല്ല മനുഷ്യന്റെ അടയാളമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, പൊന്നാര നബിയേ, അയ്യുന്നാസി ഖൈറ, ഏറ്റവും നല്ല മനുഷ്യനാരായിട്ട് കിടനബിയേ, നല്ല ആണാറ്, നല്ല പെണ്ണാറ്, അല്ലാഹു തആല ഖൈർ ചെയ്ത ഗുണം ചെയ്ത ആണ് പെണ്ണങ്ങാറ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട്ട് കേട്ടപ്പോ ഹബീബായ നബി തങ്ങൾ ചൊന്നന്തര കൊണ്ടുണ്ടാ, മൻ താല ഉംറുഹു ഖൈറുക്കും മൻ താല ഉംറുഹു വഹസുന അമലുഹു. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാ, ഏറ്റവും ഖൈർ ലഭിച്ചവര്, ഏറ്റവും ഗുണം ലഭിച്ചവര്, കുറേ കാലം ജീവിച്ചവര്, വഹസുന അമലുഹു, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്, നല്ല കാര്യങ്ങൾ എടുത്തിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്, നൽകാര്യങ്ങൾ ചെയ്തിട്ട്, അല്ലാഹു പൊരുത്തപ്പെടുന്ന പണിയെടുത്തിട്ട്, ഒരാളെയും ഉപദ്രവിക്കാതെ, ആരാന്റെ ഇറച്ചി തിന്നാതെ, ഫിത്ന ഫസാദ് ചെയ്യാതെ, ആരെയും ഫിത്ന ഫസാദ് പറയാതെ, ദാനധർമ്മങ്ങൾ ചെയ്തിട്ട്, സ്വതക്ക കൊടുത്തിട്ട്, ഒരുപാട് കാലം നിനക്ക് ജീവിക്കാൻ അല്ലാഹു ആയുസ് തന്നിനെങ്കിൽ നീ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. നീ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ടാ പറഞ്ഞ ബേമരിക്കൊന ആരും ആശിക്കണ്ട, വേഗമരിക്കണോന്നാരും വിചാരിക്കണ്ട. മരണം ആശിക്കൊതീറ, മരണം ആഗ്രഹിക്കൊതീറ, മരണം കൊതിക്കൊതീറ. അതേ സമയത്ത് മരണത്തെ മറക്കൊതീറ. ഞങ്ങ മരണത്തെ മറക്കിറമാ, മരണത്തെ കൊതിക്കിറമാ. ഔത്തുറുക മാപ്പിള പെഞ്ഞായി മോന്തിക്ക് പെണങ്ങിട്ട് എന്റെ ഡി റൂമിലല്ല വെളിയേ ഈ തല നാ തല ഇതെന്ത് ഹോള, നിങ്ങളിതെപ്പം ഇതിങ്ങനെ നിങ്ങളിത് തീരുമില്ല, നിങ്ങൾക്ക് ഇണ്ടേ കണ്ടമാ എപ്പോൾ ഇത് ബന്ധാക്കിയിട്ടില്ലേ, അങ്ങനെ ഇങ്ങനെ രണ്ടാള് ജട്ടാപ്പട്ടി. ഈ ജട്ടാപ്പട്ടിന്റെ ഇടയിൽ ലാസ്റ്റ് ആവ് ചെന്നോന്തര വന്നുണ്ടാ ഒരിക്കൽ മരിച്ചു പോയി നല്ല ഇട്ടിരുന്നു വാടക പോണ്ട് മെൽക്കാർ പോണ്ട് മരിച്ചിട്ട് നീ മരിക്ക ആഗ്രഹിക്കോ തീരോ, അങ്ങനെ ആശിക്കോ തീരുവാ ഓണു ചൊന്ന ഒക്കു നാണു മരിച്ചു പോയി നല്ല ഇತ್ತು മലാമത്തൂടെ പറവില്ലല്ലേ രണ്ടാള് സേംബിച്ച് മാപ്പിള പെഞ്ഞ അബ്ബുമ്മോ അങ്ങനെ നിങ്ങൾ ചിരിക്കണ്ട, അബ്ബുമ്മോ അങ്ങനെ ആ മോണ് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, ഷുഗറിന്റെ ഗുളിക തീർന്നു ഇയാളെ. മോണ് ഫോൺ എടുക്കാണ്ട എന്തോ എൻഗേജിലുണ്ടെന്ന് എന്തോ ബിസിലിന്ന അല്ല എന്താ ആർക്കും എന്തോ ബാക്കിയില്ലാത്ത മോ ആയിട്ട് എങ്ങനെയാട്ട് അവൻ ഫോണേ എടുക്കില്ല. അപ്പൊ ലാസ്റ്റ് ഫോൺ വെച്ചിട്ട് ചൊന്നോണ്ട ഒരു ഗതികേട് ഒരിക്കലും മരിച്ചു നണ്ടാളെ വിളിക്കില്ലല്ലോ പോവോ, നണ്ടാളെ വിളിക്കില്ലെന്നോ വാടക മേൽക്കാർക്ക് വിളിക്കുന്നത്. നീ എന്ത് സുബ്രഹ്മണ്യത്തേക്ക് പോകണ്ടേ, മെസ്സേജ് എടുത്ത് പോ. നിക്ക് ഷുഗർ കിളി കൂട്ടിയിട്ടില്ല, നീ മരണം ആഗ്രഹിക്കണമാ, മരണം ആഗ്രഹിക്കണ്ട, മരണം കൊതിക്കണ്ട. നീണ്ടകാലം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള യോഗം, ആരോഗ്യത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം, അത് നല്ല മനുഷ്യന്റെ ലക്ഷണമാണ്. ഏറ്റവും ചീത്തയായ മനുഷ്യനാരറിയാ ത്വാലഉംറുഹു വസാഅമലുഹു. ഏറ്റവും ഭാഗ്യമില്ലാത്ത മനുഷ്യ, ഖൈറില്ലാത്ത മനുഷ്യ, അള്ളാന്റെ ശാപത്തിന് പാത്രീഭൂതനായ മനുഷ്യ, അള്ളാന്റെ ശാപമേറ്റ മനുഷ്യ ആറുകൊണ്ടുണ്ടാ വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ട്
ആണ്ടുമ്പോളും വട്ടിക്ക് കൊടുത്തിട്ട് കള്ളും കുടിച്ചിട്ട് MDM വിറ്റിട്ട് കഞ്ചാവടിച്ചിട്ട് മാദക വ്യസനിയായിട്ട് കെട്ടിയോളടിച്ചു പിടിച്ചിട്ട് മക്കൾക്ക് നല്ലത് പഠിപ്പാട്ടാണ്ട് അങ്ങനെ കാട്ടുകന്നാലി പോലെ ജീവിച്ച മനുഷ്യയില്ലേ അവൻ 80 ആണ്ട് ജീവിച്ചെങ്കിലും 90 ആണ്ട് ജീവിച്ചെങ്കിലും അവൻ ദുനിയാവിലെ ഏറ്റവും വലിയ ഗുണം കെട്ടവനാണ്, ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവനാണ്, ഏറ്റവും വലിയ നാശം പിടിച്ചവനാണ്, ഖൈറില്ലാത്തവനാണ്. കണ്ണിയത്തോർ ശംസുൽ ഉലമ മഹാനായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ നമഹിതമായ ഇലാഹി പ്രസ്ഥാനം 1926 ജൂൺ മാസം 26 മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ രൂപീകരിക്കുമ്പോ ഏകദേശം 97 കൊല്ലത്തോളമായി, ആ 97-98 കൊല്ലത്തോളമായി അന്ന് മഹാന രൂപീകരിക്കുമ്പോ അതിന്റെ അന്നത്തെ മെമ്പർ മഹാനായ മുല്ലക്കോയ തങ്ങൾ 40 ആളെ മെമ്പറാക്കുമ്പോ അതിലൊരു മെമ്പറായിട്ട് ചേർത്തിട്ടുള്ള ആളായിട്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ 100 വർഷത്തോളം ജീവിച്ചോ, 100 വർഷത്തോളം ജീവിച്ചോ, ഒരഭിപ്രായം 100 വർഷത്തിലേറെ ജീവിച്ചോ, ഏതുവാകട്ടെ കുറെ കാലം ജീവിച്ചോ മഹാനായ ശൈഖുന ശംസുൽ ഉലമാ. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായി 20-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് പണ്ഡിത ലോകം വാഴ്ത്തിയ നീണ്ട 4 പതിറ്റാണ്ട് കാലം, നീണ്ട 40 കൊല്ലത്തോളം സമസ്ത എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് അജയ്യമായ നേതൃത്വം നൽകി ലോകത്തോട് ഷഹാദത്തിന്റെ കലിമ ഉറക്കെ ചൊല്ലിയിട്ട് മരണപ്പെട്ടു പോയ ശംസുൽ ഉലമ തങ്ങള് 80 വർഷത്തിലേറെ ജീവിച്ചോ. ഞങ്ങളെ മുത്തായി, മിത്തബൈലിന്റെ മുത്തായി, ഞങ്ങളെ സ്വത്തായി, ഞങ്ങളെ നാടിന്റെ അഭിമാനമായി, സമസ്തയുടെ വലിയ ഉപാധ്യക്ഷരായി, ഞങ്ങൾക്ക് വല്ല നേതൃത്വമായി ജീവിച്ച് മരിച്ചുപോയ മഹാനരായ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് 70 വർഷത്തിലേറെ ജീവിച്ചു, നീണ്ടകാലം ജീവിച്ചു. പക്ഷേ വഹസുനാമലുഹു അതേതോ ജീവിതമല്ല, സൽക്കർമ്മങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായ ജീവിതമാണ്, നൽകാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞൊഴുകിയ ജീവിതമാണ്. സദാ നേരവും ദിക്റൗറാദുകളിലാണ്, എപ്പോ നോക്കിയാലും ഇബാദത്തിലായിരുന്നു, ഏത് സമയത്തും അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായിരുന്നു. ഈ സമൂഹത്തിന്, ഈ സമാജത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പാഞ്ഞവരായിരുന്നു. അവരാണ് ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യർ. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു ഹബീബുൽ വറാ റസൂലുള്ളാഹ്. അങ്ങനെ ജീവിക്കണോ? കാട്ടുകന്നാലിനെ പോലെ ജീവിക്കോ തീറ. ഞങ്ങൾക്ക് ഈമാൻ ഇസ്ലാമല്ല അപ്പം മാത്രം, എപ്പം ഒരിക്കൽ എപ്പോഴും ഇല്ല. ഇപ്പൊ നോക്കൂ, വയലിന്റെ സദസ്സിലല്ല പറമ്പത്തോക്കൂ, നിങ്ങളല്ല നായിച്ചോളുടെ സ്റ്റൈലിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങമേ ബേജാറാക്കണ്ട, നക്കെന്താ അതിൽ ആവ് പോകുന്നില്ല. നാളെ ക്ലിപ്പ് ഒന്നും കഴിട്ട് വേറെന്താക്കണല്ലേ, അത്രമേ വേറെന്താ അവിടെ മലമറിയാല നന്റെ നിങ്ങൾ പീസാക്കിയിട്ട് സോപ്പിന്റെ പെട്ടിയിൽ കടത്തൂല്ല, ഗ്യാരണ്ടി ഉണ്ട്. മക്കളെല്ലാം ബലിയങ്ങ് വാളാറ് ഞാൻ ചൊന്നല്ലേ മൈക്കല്. പിന്നെ നാളെ ചൊന്നും കഴിട്ട് അയാൾ ഭയങ്കര ചൂടുള്ള, അയാൾ ഭയങ്കര ചൂടുള്ള, അയ്യോ എന്തൊരു ചൂടല്ല അത്, നിങ്ങൾ ചൂടാക്കിണ്ട് ആക്കടേ ചെമ്മയ്യോ മക്ക ഇപ്പറ കടത്തണ്ട, അങ്ങനത്തെ എല്ലാം അപ്പറാക്കറു മക്ക വേണ്ട, ഡിസ്റ്റർബ് ആവുಡು, വയല് കേക്കಡೆ ബಲಿ അങ്ങಕ್ಕೆ ತೊಂದರೆ ಆവുಡು, ಅಂಕ ಗೊಂತಿಲ್ಲ ಅಂಗ ಪಾಯುವಾರು ತುಳ್ಳುವಾರು, 4 ಲೈಟ್ കാണുമ്പോ ಯಾರು തുള്ളുവാറ്, ചെറിയ മക്കല്ലേ, അങ്കിതെല്ലാം കാണുമ്പോ ഒരു ജിഗറല്ലേ, ചെറിയ മക്ക അങ്ങനല്ലേ, ലൈറ്റ് അത് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും അങ്ങക്ക് എന്തോ ഒരു ഹരം. അപ്പൊ തെല്ല് ಯಾರ ಜಂಪು ರಂಪು ಲೈಕು, അപ്പൊ തെല്ല് നിങ്ങൾ കൺട്രോൾ ആക്കി ലാഭം എന്തുണ്ടാ, ബലി അങ്ങക്ക് അതൊരു ഡിസ്റ്റർബ് ആവൽ. ഒന്നത്. രണ്ടാമത് ഒരു കാര്യം ഞങ്ങൾ നല്ലോണം ജാഗ്രത ആക്കണം. എന്തുകൊണ്ടുണ്ടാ ഈ ചെറിയ മക്ക പൈതങ്ങ അങ്ങെന്തോ അറിയാലോ, അങ്ങെന്തോ കൊന്തൂല്ല, ചെറിയ മക്കല്ലേ. അത് ആണുങ്ങൾ അവിടെ ആയെങ്കോ അങ്ങനെ, പെണ്ണുങ്ങളെ ഭാഗത്തായെങ്കോ അങ്ങനെ. അങ്ങ ഈ കണക്കിലേറെ ലൈലിയിൽ ഇങ്ങനെ പാഞ്ഞോണ്ടും തുള്ളിക്കൊണ്ടിരിക്കുമ്പോ ഈ വയല് മാത്രം കേൾക്കണോ ചെന്നിട്ട് കാതിങ്ങനെ തുറന്നിട്ട് തേച്ച് കുറെ ആൾ മറിക്കുവാർ.
ഈ ടൈമിൽ അങ്ങനത്തെ കുറെ ആൾമാർക്ക് കുറെ ആണുങ്ങളിലും ഉണ്ട് പെണ്ണുങ്ങളിലും ഉണ്ട്. അങ്ങ് വേറെ ഒന്നും ചിന്തിക്കില്ല, ഞങ്ങളെ മനസ്സിൽ വേറെ ഒന്നുമില്ല. അങ്ങ് ഇതേ കേട്ടോണ്ടുള്ളൂ. എന്തൊരു ചൊല്ലോ ദ്വാരക്കുമ്പോ ആമി ചൊല്ല വേണായിട്ട്, നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ല വേണായിട്ട്, എന്തെങ്കിലും പഠിക്കുന്ന വിഷയം ചൊന്നെങ്കിൽ അത് പഠിക്കുക വേണായിട്ട് രണ്ട് കാതു ഇങ്ങനെ തുറന്നിട്ട് വെച്ചിട്ട് കേൾക്കുന്ന ഇടയില് ഈ കിടാവിയിലെ ജം പഠിക്കുമ്പോ തുള്ളുമ്പത്തുകോ ആ നല്ല മനുഷ്യന്റെ ബായിൽ പറു യന്ത്രം കൊണ്ടുണ്ടാ ഷാവു മലാമത്ത് ഇത് ആരുത് ബാവ അത് കിടാവ് ഒരു ഷാപ്പായിട്ട് അങ്ങനെ ചൊല്ലോ തീറ അത് ചൊല്ലിട്ടല്ല അത് ചൊല്ലു പാട്ട്. നിങ്ങക്ക് പിടിയായിട്ടാ? നിങ്ങക്ക് പിടിയായാ? ഇപ്പോഴും പിടിയായിട്ടില്ലേ? മയ്യോ. അപ്പൊ അങ്ങനെ ചൊന്നെങ്കിൽ നാലാൾ അങ്ങനെ ചൊന്നെങ്കിൽ മയ്യാവും. പിന്നെ ഞങ്ങളെ കിടാവ് നാളെ ഉപ്പിൽ വെച്ച മുന്തിരിങ്ങ പോലെ ചുരുണ്ടി ഒണ്ടിയാ പോണ്ട. എപ്പോ നോക്കി സീക്കെ മൂക്ക് ബന്ധേ പോ. ഈ എൻടി അല്ല എണ്ണി കാട്ടിങ്ങോ എന്തും ഇല്ല. സീക്കെന്തും ഇല്ല. സീക്കെന്ത്ര ഇതേ ആരോ നല്ല ആള് സാപ്പ വെച്ച മനുഷ്യന്മാരെ ബായില് എന്ത്ര നിങ്ങെന്ത്ര ചൊല്ലതൊക്കെ പ്രാഗ് ചൊല്ല. ഞങ്ങളെ മലയാളത്തിലെ പ്രാഗ് നേൻ കണ്ണേറല്ല. കണ്ണേറ് വേറെ, അത് വേറെ ഒരു ഏറ്. അള്ളാഹു കാക്കട്ടെ. കണ്ണേറല്ല. ഈ മനുഷ്യന്മാർ എന്തോ ഞൊട്ടറല്ലേ എന്ത്ര ചൊല്ലിട്ട് ഓന്റെ പോക്കോണ്ട പോ മലാമതോ ഒടുക്കത്തെ പോക്കും ചൊല്ലേ ആണല്ലോ ചൊല്ല തീര. ചില ടൈമോ ചില ഗളിക ഇത് ഭയങ്കര ജാഗ്രത. എന്തുവാട്ട് നിങ്ങക്ക് പിടിയായല്ലേ? സംഗതി പിടിയായല്ലേ? പേര് നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇംഗ്ലീഷിലാ ചൈനീസിലാ. അപ്പൊ അങ്ങനെ ചൊല്ലുപാട്ട് തീറാ അതിന്റെ അവസരം കൊടുക്കൂ തീറാ. അത് മക്കൾക്ക് നാളെ ബുദ്ധിമുട്ടോ ഞങ്ങൾക്കും ബുദ്ധിമുട്ടോ. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങളെ മക്കളെ ഈ മജ്ലിസിലിരിക്കുന്ന മക്കളെ വർക്കത്തുകൊണ്ട് ആ നിഷ്കളങ്കരായ പൈതങ്ങളെ വർക്കത്തുകൊണ്ട് അള്ളാഹു താല സ്വീകരിക്കുന്ന മക്കളെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യട്ടെ. ഞങ്ങൾ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. പറഞ്ഞു വന്നത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാന്റെ അടുക്കല് ഒരു പെണ്ണുങ്ങ വന്നിട്ട് ചോദിച്ചുവല്ലോ, ഉമ്മ ആയിഷ ഉമ്മ എന്റെ കൽബ് കറുത്തുപോയിടാ. നക്ക ആറ കാണുമ്പോ ഒരു പിരിസ പണ്ടില്ല, ചെറിയ മക്കളൊട്ട് ഒരു കിർഫ പണ്ടില്ല, നക്ക് ഇബാദത്ത് ചെയ്യണോന്നൊരു മനസ്സ് പണ്ടില്ല. റമളാനായെങ്കും ശവ്വാലായെങ്കും നക്കു ഒരുപോലമേ, വയല് കേട്ടെങ്കും കേട്ടില്ലെങ്കും നക്കു ഒരുപോലമേ. ഇന്ന കൽബി എന്റെ കൽബ് കറുത്തു പോയിട്ടുണ്ടുമ്മാ. എന്റെ കൽബിൽ അല്ലാഹുവിന്റെ ചിന്തയില്ല. എന്റെ കൽബ് വല്ലാത്ത കട്ടിയേറിയ കൽബാണ്. അതൊന്ന് മയപ്പെടണോ, ആ കൽബൊന്ന് ക്ലിയർ ആവണോ, ആ കൽബൊന്ന് ശുദ്ധമാവണോ. അതൊക്കെ നാണ് എന്താക്കണോന്ന് ആയിഷ ഉമ്മറൊട്ട് കേട്ടപ്പോ ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹാ ആ പെണ്ണുങ്ങളൊട്ട് ചൊന്നും തിറകുന്നുണ്ടാ. പെണ്ണുങ്ങള് പൊന്നു പെണ്ണ് അക്സിരി ദിക്റൽ മൗത്ത് വതിലാവത്തുൽ ഖുർആൻ. നിന്റെ കൽബ് നന്നാവണ, നിന്റെ കൽബ് ശുദ്ധമാവണ, നിന്റെ കൽബ് ക്ലിയർ ആവണ, നിന്റെ കൽബ് അല്ലാഹുവിലേക്ക് അടുക്കണ, നിന്റെ കൽബിൽ അല്ലാഹുവിന്റെ ഓർമ്മ വരണ, നിന്റെ കൽബില് മറ്റുള്ളവരോട് സ്നേഹവും പിരിശപ്പാടും വേണ. എന്നാ നീ മരണത്തെ ഓർത്തുകൊണ്ടേ ഇരിക്കണോ, മരണത്തെ ഓർമ്മിക്കണോ. ഞാൻ നാളെ മരിക്കുവല്ല, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമല്ലോ നക്ക് മരണം ഉജൂബല്ല. ഈ ഒരു ബോധം, ഈ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ കൽബ് നന്നാവും കേട്ടോ. അതുപോലെ തന്നെ നിന്റെ കൽബ് നന്നാവ വേണായിട്ട് നീ രണ്ടാമതെടുക്കണായ പണിയന്ത്ര കൊണ്ടുണ്ടാ ഖുർആൻ. നല്ലോണം ഖുർആൻ ഓതണോ, നല്ലോണം ഖുർആൻ. ഈ ഖുർആൻ എന്നത്, ഖുർആൻ പാരായണം എന്നത് അത് വലിയൊരു മരുന്നാണ്. അത് ഓതിങ്ങ ഒരു അക്ഷരത്തിന് 10 കൂലി മാത്രമല്ല, അത് ഓൺലി ഫിലോസഫിക്കൽ ബുക്ക് മാത്രമല്ല. നിങ്ങക്ക് പിടിയായിരാ, നിങ്ങക്ക് പിടിയാവിടെ, നിങ്ങക്ക് സൗണ്ട് ഏറിനാ ഇല്ലല്ലേ? മാഷാ അല്ലാഹ്, നല്ല ഓപ്പറേറ്റർ. വാടക എത്ര വെക്കണോ എങ്ങനെ ആക്കണോ എന്നുള്ള പിടിയുള്ള ഞങ്ങളെ ജില്ല കണ്ട നല്ല ഓപ്പറേറ്റർ. പേര് മറന്നിരുവാ സിദ്ദീഖ്. അല്ലാഹു തആല കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, അവന്റെ ജോലിയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ನಾನು ಊಡದಲ್ಲೂ ಕೂಟ ಚೊಂದರ ಉಸ್ತಾದಮಾರು ಕ್ಷಮಿಕರು ನಕ್ಕು ಕೂಟಿಲ್ಲ. ನಾನು ಕೂಟಿ എടുത്തെങ്കല്ലേ ഓന്റെ ഈല് കൂറ്റി വണ്ടോ. ನಾನು ഇവിടെ ബോഡി ലാംഗ്വേജ് കാട്ടിയും കൂറ്റി വരും. നീ കഫ ആയിട്ട് തൊണ്ടല്ലതായെങ്കിൽ കഫ ആയെങ്കിൽ കൂറ്റില്ല. അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മരണം വരെ ആരോഗ്യം ഏറ്റി തരട്ടെ.
ദീനിന്റെ ഖിദ്മത്തിനുള്ള തൗഫീഖും അതിനുള്ള ലദ്ദത്തും അതിനുള്ള ഇൽമും അതിനുള്ള ഓർമ്മശക്തിയും അതിനുള്ള ഇഖ്ലാസും അതിനുള്ള അവസരവും അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിന് സൗണ്ട് കുറച്ച് കൂടെ കൂട്ടിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നില്ലല്ലേ? ഞാൻ ഒന്ന് രണ്ടാൾ ഇങ്ങനെ കൈയിടുന്ന കാണും. അങ്ങനെ സംഭവം തോന്നുന്നുണ്ട്. സൗണ്ട് കൂടിയതല്ല, അത് അപ്പുറത്ത് പള്ളി ബിൽഡിംഗ് എല്ലാം ആകുമ്പോണ്ടല്ലേ ഈ സൗണ്ട് ഊടമേ തിരിറോ. ഇതിന്റെ സൗണ്ട് പ്രതിധ്വനി റിയാക്ഷൻ അത് ഊടമേ ഇങ്ങനെ തിരിഞ്ഞോണ്ടിക്കറ്. ഈ തിരിഞ്ഞോണ്ടിക്കറ ഗൗജില് അതൊക്കെ സുലാഭത്തിൽ കേറ കിട്ട കേറ പൊഗ്ഗ കിട്ട ജാഗ അവിടെ വന്നിട്ട ഞങ്ങളെ കാതിലൊട്ടത് വേറെല്ല ബന്ധല്ലേ, ഇത് ഓപ്പൺ അല്ലേ. നാണും ഞാനിങ്ങനെ ഒരിടത്ത് പോയിട്ട് ഒരു അസ്തർക്ക് ഒരു ഫംഗ്ഷൻ അവിടെ വേറെ ആള് പ്രസംഗിച്ചോണ്ട് ഭയങ്കര സൗണ്ട്. അപ്പൊ ഈ സൗണ്ടിന്റെ എഫക്ട് അപ്പൊ നക്ക് ഇവിടെയായോ നക്ക് ഇത്ര നാളെ ഊടുന്ന നൽകി നക്ക് തോന്നുന്നില്ല. നാണ്ട് അവിടെ ജയിച്ചിരാമ നക്കുമോ പോ ഇങ്ങനല്ലേ നാണെന്തൊക്കെയ കാതിൽ ഭയങ്കര ഭയങ്കര എന്താ കഷ്ടകാലത്തേക്ക് എന്റെ കയ്യില് കാറിന്റെ ചാവി നാണ് ബെറലിട്ടില്ല, ചാവി ഇങ്ങനെ ഇട്ട് തിരിച്ച ജസ്റ്റ് ഉൾക്കല്ലമ്മ ഉള്ള പുറത്ത് ജസ്റ്റ് ഇങ്ങനെ. അപ്പൊ തന്റെ അപ്പുറത്ത് ഉസ്താദ് ഇട്ട് അയാൾ തമാശക്ക് നന്നോട് ചോദിച്ചു, ഉസ്താദ് നന്ന തിരിക്കണ്ട സ്റ്റാർട്ടാവൂ. ഞാനിങ്ങനെ ഒരു റാഹത്തേക്ക് വേണ്ടിട്ട് തമാശിച്ചൊന്നോ, നിങ്ങൾ ഒരു എനർജിയിൽ പോകണല്ലേ, നിങ്ങൾക്ക് പിടിയായല്ലേ, ഏത് പാട്ടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നില്ലല്ലേ, സൗണ്ട് ബുദ്ധിമുട്ടാകുന്നില്ലല്ലേ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിന്റെ കൽബ് ക്ലിയർ ആവാൻ, നീ നന്നാവാൻ 2 പണിയെടുത്താ മതി. മലം മറിക്കണ്ട 1000 റക്അത്ത് നിസ്കരിക്കണ്ട, ഡസൻ കണക്കിന് ഖത്തം തീർക്കണ്ട. നീ 2 പണിയെടുത്താ മതി, നീ നന്നാവും. ഒന്ന് നീ മരണത്തെ ഓർക്കണം. നിന്റെ ഓരോ അജ വെക്കുമ്പോ, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോ, നീ ഉണ്ണുമ്പോ, നീ ഉറങ്ങുമ്പോ നിന്റെ മനസ്സിൽ വേണോ ഞാൻ നാളെ മരിക്കുക. മഹാന്മാർ എങ്ങനെയായിരുന്നു? അവർ മരിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും പൊരുത്തപ്പെടിച്ചിരുന്നു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ചിട്ട് അവർ പൊരുത്തപ്പെടിക്കുമായിരുന്നു. മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹു ചരിത്രം കണ്ട വലിയ മഹാനാണ്. ഇതിഹാസത്തിന്റെ പുട്ടത്തിലെ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ട മഹാനാണ്. മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹു മരിക്കാൻ പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത്, ബജാറിൽ പോകുന്ന സമയത്ത്, എല്ലാ നേരത്തും പ്രത്യേകിച്ച് മഹാനത ഒരു കാര്യത്തിന് ഇറങ്ങുന്ന നേരത്ത് തന്റെ മക്കളെ, വീട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ട് പറയാം, മക്കള് അഗഫറതും ലീമാ കാന മിൻ ദാലിക, മക്കളെ എനിക്ക് നിങ്ങളെല്ലാം പൊരുത്തപ്പെടണോ, ഇനി ഞാൻ ഇതിന്റെ അപ്പുറം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഞാൻ ഉറങ്ങിയെങ്കിൽ സുബഹിക്ക് എണീച്ചോളണമെന്നില്ല, തണ്ണി കോരാൻ പോയെങ്കിൽ വെള്ളം കൊണ്ട് ഞാൻ വന്നോളണമെന്നില്ല, ബസ് കയറുക വേണായിട്ട് പോണ്ടതാണ് ബസ് ഇളിഞ്ഞോളണമെന്നില്ല, ബജാറുക പോണ്ടതാണ് റിട്ടേൺ വന്നോളണമെന്നില്ല, ഈ കോലത്തിൽ എന്നെ നിങ്ങൾ പിന്നെ കണ്ടോളണമെന്നില്ല. അതുകൊണ്ട് മക്കള് എനിക്ക് പൊറുക്കണേ. എന്റെ വായിൽ നിങ്ങൾ എന്തെങ്കിലും ചൊന്നിട്ടില്ലെങ്കിൽ, നിങ്ങളെ മനസ്സ് നൊമ്പളാവിടെ എന്തെങ്കിലും ഒരു പളക്കം എന്റെ വായിൽ വന്നിട്ടില്ലെങ്കിൽ നക്കമാപ്പാക്കണോ, മനസ്സിൽ വെക്കണ്ട. ഒരു നാള് മഹാൻ അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്ന നേരത്ത് തന്റെ വീട്ടുകാര്, കൂട്ടുകാര്, മക്കളെ എല്ലാവരെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മക്കള് എനിക്ക് പൊറുക്കമോ, എന്നിൽ നിന്നിട്ട് വന്നുപോയ എല്ലാ വിഷമവും ബേജാറിന്റെ കാര്യവും നിങ്ങൾ എനിക്ക് മറന്നോ, പുറത്തോ എന്ന് ചോദിച്ചപ്പോ മക്കള് പറഞ്ഞു, അതെ പാപ്പാ, നിങ്ങളെ വായി അങ്ങനത്തെ ഒരു വാക്ക് വന്നിട്ടില്ല, ഒരാളെയും നിങ്ങളെ മുമ്പളാക്കിയിട്ടില്ല, ഒരാളെയും നിങ്ങൾ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങത് മറന്നിട്ടുണ്ട് പാപ്പാ, ഞങ്ങ പുറത്തിട്ടുണ്ട് പാപ്പാ എന്ന് പറയേണ്ട താമസം മഹാനായ ഉബാദ റളിയല്ലാഹു അൻഹു കിടന്ന കിടപ്പിൽ അല്ലാഹനെ നോക്കിയിട്ട് പറയുകയാണ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്.
പടച്ചോനെ നീ സാക്ഷിയായിട്ടിക്കട, നീ സാക്ഷിയായിട്ടിക്കട. ഇങ്ങ ചൊന്നാറല്ലേ, കറക്റ്റായിട്ട് അങ്ങ് ചൊന്നാറല്ലേ. ഞാൻ നാളെ വന്നെങ്കിൽ, നിന്റെ വിളി കേട്ടിട്ട് പരലോകത്തേക്ക് വന്നെങ്കിൽ അവിടെ നീ എന്നെ ഹിസാബ് എടുക്കണ്ട അല്ലാ, അവിടെ നീ എന്നെ പരീക്ഷിക്കല്ലേ അല്ലാ, എന്നെ അദാബിലാക്കല്ലേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ആ മഹാനീ ലോകത്തോട് വിട പറഞ്ഞു. ഈ ചിന്ത നമുക്കും ഉണ്ടാകണം. ഈ കാര്യക്രമം, ഈ ഫംഗ്ഷൻ തീർന്നിട്ട് ഞങ്ങൾ പുറക്കെത്തുക എന്ന ഗ്യാരണ്ടി വേണ്ട, നാണു മൗത്തകത്തുക എന്ന ഗ്യാരണ്ടി വേണ്ട. അയ്യൂബ് ഖാൻ സായിദി ഉസ്താദ് എന്ന് പറയുന്ന വലിയൊരു ഉസ്താദ്, വലിയ പ്രഭാഷകനാണ്, വലിയ വയലുകാരനാണ്. അള്ളാഹു മാഫിറത്ത് നൽകട്ടെ. അയാളതാ വയലുക പോണ്ട വഴിയില്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മടിക്കേരി ഭാഗത്തുക പോകുമ്പത്തുകോ അല്ലെങ്കിൽ പറമ്പത്തുകോ ആക്സിഡന്റ് ആയിട്ട് മരണപ്പെട്ടു പോയി. മനുഷ്യന്മാർ ഇന്നലെ എല്ലാം മുഞ്ഞാണ്ട് നണ്ടറായത്ത് തൊട്ടിപ്പറ, എന്റെ നാടിന്റെ തൊട്ടിപ്പുറത്ത് കല്ല് പോലാത്ത ചെറുപ്പക്കാരന് നിങ്ങൾ വാട്സപ്പിൽ വായിച്ചിട്ടിക്കുവാറ്, ഫേസ്ബുക്കിൽ കണ്ടിട്ടിക്കുവാറ്. സുല്യത്ത് പോയിട്ട് കുളിക്കുമ്പത്തേക്ക് ഒരു ബാല്യക്കാര മുങ്ങിയിട്ട് മരിച്ച മംഗലാവാത്ത ബാല്യക്കാര, 10, 20, 21, 22 വയസ്സിന്റെ ബാല്യക്കാര, കണ്ണിന്റെ ഡോക്ടറായിട്ടുള്ള ബാല്യക്കാര. അവിടെ അതാ കുളിക്കുമ്പോ മരണപ്പെട്ടു. അയാൾ എപ്പോഴും ശനിയാഴ്ച നാട്ടിലേക്ക് വരുന്നയാളാണ്. പക്ഷെ ഈ പ്രാവശ്യം അയാള് ശനിയാഴ്ച വന്നില്ല. ഇല്ല, അയാള് വന്നില്ല. അയാള് ഞായറാഴ്ചതാ ഉള്ള ഡ്രസ്സെല്ലാം കഴുകാൻ വേണ്ടി പോയ മനുഷ്യന് അവിടെ വെച്ചിട്ട് മുങ്ങി മരണപ്പെട്ടു. പുരക്കാരൊട്ട വിളിച്ചു ചൊന്നത് ഞാൻ തുണികൾക്ക് പോയോണ്ടുള്ളെന്ന് മാത്ര. കാരണം വാറോറ ബണ്ടാളുണ്ട് വന്നിട്ടില്ല. അപ്പൊ വാറോറ പറമ്പത്തുക ഔത്തുകയെ കൊണ്ടുപോണ്ട് ഡ്രസ്സെല്ലാം കഴുകുവേണായിട്ട്. ഇത് ഈ വാറ പറാത്തന കൊണ്ടോ അയാളെ കഴുകുവേണായിട്ട് കൊണ്ടുപോയി. പക്ഷെ അത് അവസാനത്തെ പോക്കായിരുന്നുവെന്ന് അയാൾ അറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞില്ല. അല്ലാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ. ആ സഹോദരന്റെ ഖബറല്ല വിശാലമാക്കട്ടെ. ആ കുടുംബത്തിനല്ല ക്ഷമയും ഖൈറും ബദലായി നൽകട്ടെ. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ പറയാണ്, ഈ ചിന്ത നമുക്ക് വേണോ? മരിക്കുമെന്നുള്ള ബോധം എപ്പോഴും വേണോ? കളിയിലേർപ്പെടുമ്പോ, കുളിയിലേർപ്പെടുമ്പോ, അനാചാരങ്ങൾ ചെയ്യുമ്പോ, അള്ളാഹ്ക്ക് വേണ്ടി നീ നിസ്കരിക്കുമ്പോ, നിസ്കാരത്തെ മറന്നിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുമ്പോ, വട്ടിക്ക് കൊടുക്കുമ്പോ, പലിശക്ക് കൊടുക്കുമ്പോ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് ഇറച്ചി തിന്നുമ്പോ, എന്തിനേറെ പറയണം അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് നീ ഓതുമ്പോഴായാലും നിന്റെ കൽബിന്റെ അകത്ത് വേണോ ഞാൻ ഈ മുസാഫ് മടക്കുന്നതിന് മുന്നേ മരിച്ചു പോകാം. മഹാനായ അലിമിയാൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു അലിമിയാൻ അബുൽ ഹസൻ അലി അന്നദ്വി. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതൻ. ഫൈസൽ ലോ ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, ഫൈസൽ അവാർഡ് ജേതാവായിരുന്നു. ശംസുൽ മതങ്ങളോടൊപ്പം ശരീഅത്തിന് വേണ്ടിയിട്ട് സമ്മേളനത്തിൽ പങ്കെടുത്ത വലിയ മഹാൻ. സയ്യിദാണ്, തരീഖത്തിന്റെ ഷേഖാണ് എന്നുവരെ അഭിപ്രായമുണ്ട്. ഏതുവാട്ട് മഹാൻ വെള്ളിയാഴ്ച നിന്ന് കുളിച്ച് ഫ്രഷായി പള്ളിയിലേക്ക് വന്ന് 3 വട്ടം മൽക്കാഫ് സൂറത്ത് ഓതി. ഞങ്ങൾക്ക് 1 വട്ടം ഓതാൻ നേരമില്ല. ഞങ്ങൾ വന്നിന് തന്നെ 12:58 അല്ലേ? 12 ഗಂಟೆಗೆ ಊಡಗ ಬಂದಂಗ ಉಳ್ಗ ಬತ್ತರದ 12:58. അപ്പൊ ഓൻ വിളിച്ചിട്ട് കേട്ടെന്ന് വന്നിട്ട് അബ്ബാസിനെ ചങ്ങായിനെ വിളിച്ചിട്ട്, അബ്ബാസ് കമാൻ ഉൾക നോക്കൂ, സെമിയ ഫൈനലാന്ന് നോക്കുന്നു. സെമിയ ഫൈനലാണ്, 1ാമത്തെ ഹുത്തുമമാ 2ാമത്തെ ഹുത്തുമമാ. അത് അവന്റെ പേശങ്ങനെ, അവൻ സെമി ഫൈനലല്ല അവന് വേറെ തോന്നുന്നു. അവൻ അങ്ങനെ കേട്ട. അപ്പൊ ഓൻ വിളിച്ചു ചെന്ന സെമി 3 എംബി തീർക്കാൻ. മഹാനായ അലിമിയാൻ അബുൽ ഹസൻ അലി അന്നദ്വി, അല്ലാഹു പരലോകം സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ, പരലോക ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടട്ടെ. സൂറത്തുൽ കഹ്ഫ് 3 വട്ടം ഓതി. ആ പള്ളിയിൽ വെച്ചിട്ട് 3ാമത്തെ വട്ടം സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടു. എന്തൊരു മരണം!
മഹാനായ മിത്തവയിൽ ഉസ്താദ് മഗ്‌രിബിന്റെ നേരം മക്കളോട് പറഞ്ഞു, ഒന്ന് ശുദ്ധമാവണോ, ഒന്ന് വൃത്തിയാവണോ, ഒന്ന് ക്ലിയർ ആവണോ. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ഈ മണ്ണിലേക്ക് എത്രയോ വട്ടം അംബാസഡർ കാറിൽ വന്ന ആളല്ലേ അല്ലേ? സ്ത്രീയിടാത്ത തുണിയും മുണ്ടും ഉടുത്തിട്ട് ഷർട്ടും ധരിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉപദേശിക്കാൻ ദുവാരന്ന് തരാൻ പാണ്ഡിത്യത്തിന്റെ സാഗരമായ ആ വലിയ മനുഷ്യൻ, കാണാൻ ചെറുതാണെങ്കിലും ആ വലിയ മനുഷ്യൻ എത്രയോ തവണ ഞങ്ങളെ മണ്ണിലേക്ക് വന്ന മഹാനല്ലേ, ഞങ്ങളെ നാട്ടിലേക്ക് വന്നയാളല്ലേ. അല്ലാഹു മഹാനരുടെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മക്കളോട് വീട്ടുകാരോട് പറഞ്ഞു, എനിക്കൊന്ന് വൃത്തിയാവണോ, ശുദ്ധിയാവണോ, കുളിക്കണം. മക്കളതാ കുളിപ്പിച്ചോ, നന്നായിട്ടൊന്ന് കുളിപ്പിച്ചോ, ഒന്ന് ഉഷാറായി കുളിപ്പിച്ചോ. ഒല എടുക്കുന്നതിന്റെ ഇടയില് അല്ലെങ്കിൽ ഒല എടുപ്പിക്കുന്നതിന്റെ ഇടയില് ഉസ്താദ് പറഞ്ഞു, മതി എന്നെ റൂമിലിരുത്ത്. ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് റൂമിലേക്ക് ഇരുത്തിയ നേരം അവിടെ കിടന്നിട്ട് മഹാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പും അല്ലാഹനെ കാണുന്നതിന് പോകുന്നതിന് മുമ്പ് അല്ലാഹനെ കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ആ മഹാന് ലോകത്തോട് പറഞ്ഞു, എനിക്കൊന്ന് വൃത്തിയാവണോ, എനിക്കൊന്ന് ശുദ്ധിയാവണോ. എന്തിന്? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹുക്ക് ശുദ്ധിയുള്ളവരെ ഇഷ്ടമാണ്. അല്ലാഹു തആലാക്ക് ക്ലിയർ ഉള്ളവരോട്, വെടിപ്പുള്ളവരോട് വലിയ മഹബ്ബത്താണ്. അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകുന്ന നേരത്ത് പോലും വെടിപ്പോടെ ഇറങ്ങിപ്പോയവരായിരുന്നു ആ മഹാന്മാർ. അവർ പോലും അറിഞ്ഞില്ലല്ലോ ആ സമയത്ത് മരിക്കുമെന്ന്. ആയിഷ ഉമ്മ പറഞ്ഞു, അതുകൊണ്ട് എപ്പോഴും മരണമാലാക ഞങ്ങളെ പിന്നിലുണ്ടാകും. അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഖുൽ നബിയെ പറയണം അവരോട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന, ഒരിക്കലും വന്നു പെടരുത്, പിടികൂടരുത്, സംഭവിക്കരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന മരണമില്ല അല്ലേ? എല്ലാരും ആശ അങ്ങനല്ലേ? മരിക്കണമെന്നുണ്ടായിരിക്കെങ്കിലും കട്ടില് കിടന്നിട്ട് ഇങ്ങനെ ആണ്ടുമ്പോഴും നരക്കം വന്നിട്ട് തീട്ടും മൂത്രവും കട്ടിൽ തന്നെ പോകുന്ന മനുഷ്യൻ, അയാളെ പോയിട്ട് നിങ്ങൾ നാളെ കാണാൻ പോയാലോ, എല്ലാരും പോയിട്ട് കാണാൻ പോയാലോ?